ബിഗ് ബോസ് സീസൺ 6 എപ്പിസോഡ് 95. അപ്പോൾ ഒരുപാട് നാൾക്ക് ശേഷം ഇന്നത്തെ ഒരു എപ്പിസോഡ് നല്ല എൻ്റർടൈൻമെൻ്റ് ആയിട്ടുള്ള ഒരു എപ്പിസോഡായിരുന്നു. മെയിൻ എപ്പിസോഡായാലും പ്ലസ് എപ്പിസോഡായാലും ഒരുപാട് ചിരിക്കാനുള്ള കണ്ടന്റും കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. എല്ലാം മറന്ന് അതായത് പുറത്തെ കോൺട്രവേഴ്സികളും അകത്ത് കിടക്കുന്ന കാര്യങ്ങളെല്ലാം മറന്നിട്ട് ഇന്നത്തെ എപ്പിസോഡ് സത്യം പറഞ്ഞാൽ റിയലി നല്ല രീതിയിൽ എൻജോയ് ചെയ്ത് തന്നെ പറയണം. എല്ലാം മറന്ന് അത്രയും നല്ലൊരു ടാസ്ക് ആയിരുന്നു. അവർ അത് വേണ്ട രീതിയിൽ ഇപ്പോൾ ജാസ്മിൻ ആയാലും അർജുൻ ആയാലും ജിൻഡോ ആയാലും ഋഷി ആയാലും അവരെല്ലാം നല്ല രീതിയിൽ പെർഫോം ചെയ്ത് അത് നല്ല നീറ്റായിട്ട് ചെയ്തു. ഇതുപോലത്തെ കണ്ടന്റുകളാണ് സത്യം പറഞ്ഞാൽ എൻ്റെ പേഴ്സണലി എനിക്ക് ഇങ്ങനത്തെ കണ്ടന്റുകൾ കാണാനാണ് എനിക്ക് താല്പര്യം. അല്ലാണ്ട് ഒരുപാട് അടിയും കാര്യങ്ങളൊന്നും എപ്പോഴും കാണണമെന്നില്ല. എനിക്ക് ഇങ്ങനത്തെ ഇതുപോലത്തെ എൻ്റർടൈൻമെൻ്റ് ആയിട്ടുള്ള കണ്ടന്റുകളാണ് എനിക്ക് എപ്പിസോഡിൽ കാണാൻ താല്പര്യം. അപ്പോൾ ഈ സീസൺ 6 ഇതുപോലത്തെ എപ്പിസോഡുകൾ വളരെ കുറവായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്നത്തെ എപ്പിസോഡ് അത്യാവശ്യം നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റി. അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഇന്നത്തെ എപ്പിസോഡിൽ എടുത്തു പറയാൻ മാത്രമുള്ള കണ്ടന്റുകളൊന്നുമില്ല. ഒരു നല്ലൊരു എൻ്റർടൈൻമെൻ്റ് ആയിട്ടുള്ള ഒരു എപ്പിസോഡ്. അപ്പോൾ പുറത്തെ കോൺട്രവേഴ്സിയിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ബാക്കിയായിട്ട് ഇന്ന് കുറച്ച് കാര്യങ്ങൾ എന്തായാലും പറയേണ്ടതായിട്ടിരിക്കുന്നു. കാരണം അത്രയ്ക്ക് മോശമായ രീതിയിലാണ് പുറത്തെ കാര്യങ്ങൾ PR വർക്കും കാര്യങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ ചാനലിൽ ഞാൻ ഓപ്പണായിട്ട് പറഞ്ഞിട്ടുള്ള കാര്യമാണ് എനിക്ക് എൻ്റെ ഫേവറേറ്റ് കണ്ടസ്റ്റൻറ്റ് ജിൻഡോ ആണ്. ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഞാൻ ആദ്യത്തെ ഒരു കുറച്ച് എപ്പിസോഡുകളൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് ജിൻഡോൻ്റെ ഗെയിം ഏത് വഴിയാണ് പോകുന്നതെന്ന് മനസ്സിലായതുകൊണ്ട് തന്നെ ഞാനപ്പോൾ തന്നെ പറഞ്ഞത് എനിക്ക് ഇഷ്ടപ്പെട്ട പ്ലെയർ ജിൻഡോ ആണ്. അപ്പോൾ പുറത്ത് റിവ്യൂ ചെയ്യുന്ന കുറച്ച് ചാനലുകളുണ്ട്. അപ്പോൾ അവർ ഇതുപോലെ ഒരാളുടെ പക്ഷം പിടിക്കാണ്ട് കോമണറായിട്ട് നിന്നിട്ട് റിവ്യൂ പറയുന്ന രീതിയിൽ പറയുന്ന ആളുകളൊക്കെ ഇന്നലെ ഞാനൊരു ചാനലിനെ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുള്ളി വാദിക്കുന്നത് ഇതുപോലെ ആരുടെയും പക്ഷം ചേർന്ന് പുള്ളിയുടേതായ ഒരു റിവ്യൂ ആണ് പറയുന്നതാണ്. അപ്പോൾ ഞാൻ പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പക്ഷം കാണിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരാൾ ഇഷ്ടമാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ ആരെങ്കിലും സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഓപ്പണായിട്ട് പറയാനുള്ള ചങ്കുറ്റം കാണിക്കണം. അല്ലാണ്ട് നിങ്ങൾക്ക് ചെയ്യുന്ന ഇതുപോലത്തെ PR വർക്ക് പോലത്തെ പരിപാടി ചെയ്തിട്ട് അത് ചോദ്യം ചെയ്ത് കമൻറ്റ് ഇടുന്ന ആളുകളെ പോയി തന്തയ്ക്ക് വിളിക്കുന്ന പരിപാടിയും കാര്യങ്ങളല്ല. നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സിനെ തന്നെയാണ് നിങ്ങൾ തെറി വിളിക്കുന്നത്. ഓക്കെ, നിങ്ങൾ നിങ്ങളുടെ യൂട്യൂബിൽ ഒരു ചാനലിൽ നിങ്ങൾ ഇഷ്ടമുള്ള കാര്യങ്ങൾ പറഞ്ഞു, അത് നിങ്ങളുടേതാണ്. പക്ഷേ പറയുന്നതിന് കുറച്ച് വാലിഡ് ആയിട്ടുള്ള ഒരു നിലപാട് എന്ന് പറഞ്ഞ കാര്യം വേണമെന്ന് തന്നെ പറയണം. നിങ്ങളുടെ ചാനൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരുപാട് ഇൻസ്പയർഡ് ആയിട്ടുള്ളൊരു ചാനൽ തന്നെയാണ്. ഞാൻ എൻ്റെ റിവ്യൂസ് ഞാൻ ഒന്നിൽ കൂടുതൽ അവിടെ ഞാൻ കാണാറില്ല. ഞാൻ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ കാണാറില്ല. പക്ഷേ നിങ്ങളുടെയൊക്കെ ചാനലുകൾ കാണുന്നത് എനിക്കൊരു ഇൻസ്പിറേഷൻ. ഞാനൊക്കെ ഇതുപോലെ റിവ്യൂ ഒക്കെ പറഞ്ഞ് തുടങ്ങിയ ടൈമിൽ എനിക്കൊക്കെ ഒരിക്കലും നിങ്ങളെ പോലെ സംസാരിക്കാനോ ആ ഒരു ഫ്ലോ ഒന്നും എനിക്ക് കിട്ടില്ല. എൻ്റെ രീതി വേറെയാണ്. പക്ഷേ നിങ്ങളൊക്കെ എന്നെ ഒരുപാട് ഇൻസ്പയർ ചെയ്തിട്ട് നിങ്ങളുടെ സംസാരവും കാര്യങ്ങളൊക്കെ ഇൻസ്പയർ ചെയ്തിട്ട്. പക്ഷേ ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് നിങ്ങളെ പറ്റി കേൾക്കുന്ന കാര്യങ്ങളൊക്കെ വളരെ മോശമാണ്. നിങ്ങളെ പറ്റി മാത്രമല്ല ഒരുപാട് ചാനലുകളുടെ ലിസ്റ്റ് കിട്ടിയായിരുന്നു. അപ്പോൾ അതൊക്കെ ചെറിയ ചാനലുകളാണ്. പക്ഷേ നിങ്ങളുടെ പേര് കേട്ടപ്പോൾ ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാത്തൊരു പേരാണ്. അതിന് ശേഷം ഞാൻ നിങ്ങളുടെ ഒരുപാട് വീഡിയോസ് എടുത്ത് നോക്കി. അപ്പോൾ അറിഞ്ഞ വിവരങ്ങളെല്ലാം കറക്റ്റാണെന്ന് മനസ്സിലായി. അപ്പോൾ നിങ്ങൾ ഇതുപോലെ പക്ഷം പഠിക്കുന്നുണ്ടെങ്കിൽ ഒരാളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഓപ്പണായിട്ട് പറയണം. ഇപ്പോൾ അർജുനെ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ള രീതിയിലാണ് പൊതുവെ നിങ്ങൾക്കെതിരെ വരുന്ന ആക്ഷേപമെങ്കിലും ജാസ്മിനെയാണ് സപ്പോർട്ട് ചെയ്യുന്നതെന്നുള്ള കാര്യമെല്ലാം മനസ്സിലായി. അർജുനെ ഒരു മറയാക്കി നിർത്തിയിട്ട് ജാസ്മിനെ ബൂസ്റ്റ് ചെയ്ത് വിടുകയാണ് നിങ്ങളുടെ ലക്ഷ്യം. അത് എപ്പോഴാണ് നിങ്ങൾക്ക് ബിഗ് ബോസിൽ നിന്ന് കോൾ വന്നത്, ആരാണ് വിളിച്ചത് എന്നുള്ള എല്ലാ കാര്യങ്ങളും അറിയാനുണ്ടായി. അപ്പോൾ അതിന് എക്സ്പ്ലെയിൻ ചെയ്ത് പറയാനായിട്ട് എനിക്ക് അത്രയ്ക്ക് നിങ്ങളെപ്പോലെ നല്ല ഫ്ലോയിലൊക്കെ ഒന്ന് സംസാരിക്കാൻ അറിയില്ല. എന്നാലും അറിഞ്ഞ കാര്യം ഞാൻ പറയാം. സിബിൻ പുറത്ത് വന്ന് സിബിൻ്റെ ലൈവ് പോയ ഒരു സിറ്റുവേഷനിലാണ് നിങ്ങൾക്ക് ബിഗ് ബോസിൽ നിന്ന് കോൾ വരുന്നത് എന്നുള്ള കാര്യം എനിക്കറിയാം. അതിനുശേഷം സിബിനെതിരായി സംസാരിക്കണം, ജാസ്മിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കണം. ഇപ്പോൾ റീസെൻ്റ്ലി അർജുനെ ബൂസ്റ്റ് ചെയ്യണം, ആ മറവിൽ ജാസ്മിനെ സപ്പോർട്ട് ചെയ്ത് കയറ്റി വിടണം. ഇതൊക്കെയാണ് നിങ്ങൾക്ക് ഇടയാക്കുന്ന നിർദ്ദേശങ്ങളെന്നൊക്കെ അറിഞ്ഞു. അപ്പോൾ നിങ്ങളെ പറ്റി എടുത്ത് പറയുന്നത് വെച്ചാൽ നിങ്ങളൊരു എൻ്റെ ഒരു ഫേവറേറ്റ് യൂട്യൂബർ ആയിരുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങളിൽ നിന്ന് എക്സ്പെക്ട് ചെയ്തില്ല ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്നും. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നിങ്ങളുടെ കാര്യം എടുത്ത് പറയുന്നത്. അല്ലാണ്ട് നിങ്ങളോട് പേഴ്സണൽ ഒരു ദേഷ്യമൊന്നുമില്ല. നിങ്ങൾ ചെയ്യുന്നത് നിങ്ങളുടെ ജോലി, യൂട്യൂബാണ് നിങ്ങളുടെ ജോലിയെങ്കിൽ അത് കറക്റ്റായിട്ട് ചെയ്യുമ്പോൾ ഇതൊക്കെ ഒരു കൊളാബായിട്ടൊക്കെ കണ്ടാൽ മതി. കാരണം ഇപ്പോൾ ഈ ബിഗ് ബോസ് ആയിട്ടുള്ളൊരു കൊളാബിൽ നിങ്ങൾ കുറച്ച് വീഡിയോസ് ചെയ്യുന്ന പോലെ കണ്ടാൽ മതി. പക്ഷേ പറയാനുള്ള ചങ്കുറ്റം കാണിക്കണം. നിങ്ങൾ ജാസ്മിനെയാണ് സപ്പോർട്ട് ചെയ്യുന്നത് എന്ന് പറയാനുള്ള ചങ്കുറ്റം കാണിക്കണമെന്നേ ഞാൻ പറയുന്നുള്ളൂ. ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ നമ്മുടെ ബിഗ് ബോസിലുള്ളൂ. അപ്പോൾ എന്തുകൊണ്ട് ജിൻഡോയെ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് എന്നോട് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് സപ്പോർട്ട് ചെയ്തുകൂടാ എന്നാണ് ഞാൻ തിരിച്ചു ചോദിക്കുന്നത്. കാരണം അതിൻ്റെ അകത്ത് ഇപ്പോൾ നിലവിൽ ടോപ്പ് 2 പ്ലെയേഴ്സായിട്ട് നിൽക്കുന്നത് ജാസ്മിൻ ജിൻഡോ ആണെന്നുള്ള കാര്യത്തിൽ ഒരാൾക്കും ഡൗട്ടില്ല. റീസെൻ്റ്ലി പൊങ്ങി വന്ന അർജുന ഒരു തരത്തിലും കമ്പയർ ചെയ്യാൻ പറ്റില്ല. കാരണം അർജുനെ അർജുനെ ബൂസ്റ്റ് ചെയ്ത് കൊണ്ടുവന്ന് അർജുന ഒരു വിന്നറാക്കി കഴിഞ്ഞാൽ ബിഗ് ബോസ് എന്ന ഷോയ്ക്ക് തന്നെ നിലവാരമില്ലായിട്ടായി പോകും. കാരണം ഒരു സേഫ് ഗെയിമറെ കൊണ്ടുവന്ന് കപ്പ് കൊടുത്തു വിട്ട് കഴിഞ്ഞാൽ അത് ഷോയുടെ നിലവാരം തന്നെയാണ് ഇരിക്കുന്നത്. അത് അവർക്കറിയാം. അവർ ഉറപ്പായിട്ട് അർജുന കപ്പ് കൊടുക്കത്തുമില്ല. ജിൻഡോ എന്നൊരു വ്യക്തിയെ നിങ്ങൾ സെലക്ട് ചെയ്ത് പോയി. ബിഗ് ബോസിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഓരോ കണ്ടസ്റ്റൻറ്റിനെ സെലക്ട് ചെയ്യുമ്പോഴും അവർക്ക് വ്യക്തമായ പ്ലാനിങ് ഉണ്ടാവും. ഈ ഒരാളെ നമുക്ക് ഈ ഒരു റൂട്ടിൽ വിടാം, ഈ ഒരാളെ ഈ ഒരു റൂട്ടിൽ വിടാം, ഇവരെ ഈ ഒരു കോമ്പോ പിടിക്കാൻ വേണ്ടിയാം, അങ്ങനത്തെ ഒക്കെ പ്ലാനിങ്ങോടുകൂടിയാണ് നിങ്ങൾ എടുക്കുന്നത് എന്നുള്ള കാര്യം അറിയാം. നിങ്ങളൊരു സ്ക്രിപ്റ്റ് പോലെ ഒരു റിട്ടൺ സ്ക്രിപ്റ്റ് ഇല്ലെങ്കിൽ നിങ്ങൾക്കൊരു സ്ക്രിപ്റ്റ് നിങ്ങളൊരു സീസണിന് വേണ്ടി തയ്യാറാക്കുമ്പോൾ അതിന് വേണ്ട ക്യാരക്ടേഴ്സിനെയാണ് നിങ്ങൾ സെലക്ട് ചെയ്തെടുക്കുന്നത് എന്നുള്ള കാര്യം അറിയാം. അപ്പോൾ
അതിൽ നിങ്ങൾ സെലക്ട് ചെയ്ത ഒരു ക്യാരക്ടറായിരുന്നു ജിൻഡോ. പക്ഷെ നിങ്ങൾ പുള്ളിക്ക് കൊടുത്ത റോളിൽ നിന്ന് മാറി പുള്ളി സ്വന്തമായ ഒരു റോള് കളിച്ചതിനകത്ത് നിങ്ങളുടെ വഴി തെറ്റിപ്പോയ ഒരു സിറ്റുവേഷനിലാണ്. അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ കൺട്രോൾ വിട്ടുപോയി, നിങ്ങൾക്ക് പിടിച്ചാൽ കിട്ടാത്ത ലെവലിലേക്ക് പുള്ളി കളിച്ച് കയറുകയായി. ഒരു അമ്മാര് സപ്പോർട്ട് പുള്ളി ബിൽഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ പെട്ടെന്ന് പരിശ്രമിച്ചിട്ടും പുള്ളിയെ തകർക്കാൻ പറ്റിയിട്ടില്ല. നിങ്ങൾ അതിൻ്റെ അകത്ത് പലരെയും ടോർച്ചർ ചെയ്തിട്ടുണ്ട്, പക്ഷേ ഇത്രയും അനുഭവിച്ചിട്ടും അതിൻ്റെ അകത്ത് സ്ട്രോങ് ആയിട്ട് നിന്നിട്ടുള്ള ഒരാൾ വേറെ ഇല്ല. ഇപ്പോൾ സിബിൻ്റെ കാര്യമൊക്കെ പറഞ്ഞാൽ സിബിനൊക്കെ അവിടെ പിടിച്ചു നിന്നിരുന്നെങ്കിൽ ഞാൻ സമ്മതിച്ചു കൊടുത്തരാം, സിബിൻ അടിപൊളി പ്ലെയർ ആയിരുന്നു. പക്ഷേ സിബിൻ വന്നിട്ട് ഇതുപോലെ ഒരു പ്രഷർ ഉണ്ടായപ്പോൾ തന്നെ സിബിൻ ഇട്ടെറിഞ്ഞ് പോയി. അതേ സെയിം സിറ്റുവേഷനിലൂടെ കടന്നു പോയിട്ടുള്ള ഒരാൾ തന്നെയാണ് ജിൻഡോ. ജിൻഡോ അവിടെ ഇപ്പോഴും കപ്പും കൊണ്ടേ പോകുള്ളൂ എന്നൊരു സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ അതുകൊണ്ട് തന്നെയാണ് ജിൻഡോയെ സപ്പോർട്ട് ചെയ്യുന്നത്. പിന്നെ ജാസ്മിനെ പോലൊരു ആവറേജ് പ്ലെയറെ നിങ്ങൾ ബൂസ്റ്റ് ചെയ്ത്, അതായത് പ്രേക്ഷകരുടെ മനസ്സിലേക്ക് ജാസ്മിൻ എന്ന പേര് നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും ഇഞ്ചെക്ട് ചെയ്ത് കയറ്റി ഒരു ആവറേജ് പ്ലെയറെ നിങ്ങൾ ടോപ്പ് 2 കൊണ്ട് എത്തിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ കഴിവാണ്. അല്ലാണ്ട് ജാസ്മിൻ്റെ കഴിവാണെന്ന് ഒരിക്കലും ഞാൻ പറയില്ല. ജാസ്മിൻ ഒരു നോർമൽ, അതായത് മറ്റു കണ്ടസ്റ്റന്റുകളെ പോലെ നിങ്ങളുടെ ബിഗ് ബോസിൻ്റെ ഷോ ഡയറക്ടേഴ്സിൻ്റെ സപ്പോർട്ട് ഇല്ലാണ്ട് ഒരു നോർമൽ കണ്ടസ്റ്റൻ്റ് ആയിട്ടാണ് അവിടെ നിന്നിരുന്നെങ്കിൽ ജാസ്മിനെ സപ്പോർട്ട് ചെയ്യായിരുന്നു. കാരണം അതിനുള്ള കഴിവുള്ള ഒരാളാണ്. പക്ഷേ നിങ്ങളെ വെറുതെ അവരെ സപ്പോർട്ട് ചെയ്ത് ഇതുപോലെ കോംബോ കാര്യങ്ങളെല്ലാം കാണിച്ച് ബൂസ്റ്റ് ചെയ്ത് വെറുതെ നെഗറ്റീവ് ആക്കിയത് കൊണ്ട് മാത്രമാണ് ജാസ്മിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റത്. ജാസ്മിന് കൊടുത്ത പരിഗണന നിങ്ങൾ വേറെ ആർക്കും അതിൻ്റെ അകത്ത് കൊടുത്തിട്ടില്ല. അതുകൊണ്ടാണ് ജാസ്മിൻ അത്രയും ഇപ്പോൾ ടോപ്പ് 2 നിൽക്കുന്നത്. അല്ലെങ്കിൽ ഒരു ആവറേജ് പ്ലെയർ മാത്രമാണ് ജാസ്മിൻ. ജാസ്മിൻ നല്ലൊരു എന്താ പറയുക കണ്ടന്റ് ക്രിയേറ്ററാണ്. അത്യാവശ്യം നല്ല, അതായത് കോമഡി കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യാനായിട്ട് ജാസ്മിന് പറ്റും. ബാക്കിയുള്ളവരെ പോലെ ഒരുപാട് കാര്യങ്ങളൊക്കെ പേഴ്സണലി അങ്ങ് എടുത്തിട്ട് പെരുമാറുന്ന ഒരു കാര്യമല്ല. ചില നേരത്ത് കയ്യിൽ നിന്ന് പോയി വെറും തറ ലെവലിൽ സംസാരിക്കുന്നല്ലാണ്ട് ഒരുപാട് അങ്ങ് മറ്റുള്ള കണ്ടസ്റ്റന്റുകൾ പോലെ എല്ലാ പേഴ്സണൽ ഗ്രജിലോട്ട് വെക്കുന്ന ഒരാളല്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്, നിങ്ങളുടെ ഒരു സപ്പോർട്ട് ഇല്ലായിരുന്നെങ്കിൽ, ബിഗ് ബോസിൻ്റെ ഒരു ഷോ ഡയറക്ടേഴ്സിൻ്റെ സപ്പോർട്ട് ഇല്ലായിരുന്നെങ്കിൽ നമുക്ക് അംഗീകരിച്ചു കൊടുക്കാവുന്ന ഒരു പ്ലെയർ ആയിരുന്നു. പക്ഷേ ഇത്രയും സപ്പോർട്ട് ചെയ്ത് കൊടുത്തിട്ടും ഇത്രയും സപ്പോർട്ട് വേറൊരു കണ്ടസ്റ്റൻ്റാണ് കിട്ടുന്നെങ്കിൽ അവർ വേറെ ലെവലിൽ കളിച്ചേനെ. പക്ഷേ ജാസ്മിൻ ആയതുകൊണ്ട് ഇത്ര എത്തിയുള്ളൂ എന്നേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. കാരണം ഒരു ആവറേജ് പ്ലെയറാണ്, നല്ല പ്ലെയറാണ്, മോശം പ്ലെയർ ഒന്നും ഒരിക്കലും പറയില്ല. ജാസ്മിനെ ഒരു ആവറേജ് പ്ലെയർ. അപ്പോൾ അതേപോലെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഓരോരുത്തരുടെ സിറ്റുവേഷൻ, ഓരോരുത്തർ ഈ 100 ദിവസം സർവേ ചെയ്താക്കുന്ന സിറ്റുവേഷൻസ് വളരെ ഡിഫറെൻ്റ് ആണ്. ചിലർക്ക് നല്ല രീതിയിൽ അവരുടെ അനുകൂലമായിട്ട് പോകുമ്പോൾ ചിലർക്ക് ഒരു തരത്തിൽ അംഗീകരിക്കാൻ പറ്റാത്ത രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ സർവൈവ് ചെയ്ത് വന്നിട്ടുള്ള ഒരാൾ, ഈ ഒരു 100ാമത്തെ ദിവസം എത്തി നിൽക്കുന്ന ഒരാൾ ജിൻഡോ മാത്രമേ ഉള്ളൂ അതിൻ്റെ അകത്ത്. വേറൊരാളും ഇല്ല. അർജുനൊക്കെ സേഫ് ഗെയിം കളിച്ച് ഇതുപോലെ നോമിനേഷനിലും വരാണ്ട് ഇതുപോലെ ക്യൂട്ട്നെസ് കാണിച്ച് വന്ന ഒരു ടീമാണ്. കോംബോ പിടിച്ചും അത് വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ജിൻഡോ സ്ട്രൈറ്റ് ആയിട്ട് ഒറ്റയ്ക്ക് കളിച്ച് വന്ന ഒരാൾ. പിന്നെ നെഗറ്റീവുകൾ എല്ലാവർക്കും ഉണ്ടാവും. നെഗറ്റീവ് പറയാനാണെങ്കിൽ എല്ലാവർക്കും നെഗറ്റീവ് പോസിറ്റീവ് എല്ലാവർക്കും ഉണ്ടാവും. ഇതിൻ്റെ അകത്ത് വന്നത് ഇപ്പോൾ സായി പറഞ്ഞ പോലെ നന്മപരം കളിക്കാനോ അല്ലെങ്കിൽ പേഴ്സണാലിറ്റി മാറ്റാനൊന്നും അല്ല വന്നേക്കുന്നത്. എല്ലാവരും ഗെയിം കളിക്കാൻ വന്നതാണ്. അപ്പോൾ ഗെയിം കളിക്കുമ്പോൾ ഇപ്പോൾ ജിൻഡോയ്ക്കെതിരായിട്ട് ഏറ്റവും കൂടുതൽ പറയുന്നത് കളി പഠിച്ചിട്ട് വന്നതാണ്. ആരും പറഞ്ഞിട്ടില്ല. ഒരു പരിപാടിക്ക് നമ്മൾ ഇറങ്ങുമ്പോൾ അത് എന്താണ് ഏതാണെന്ന് പഠിച്ചിട്ട് ഇറങ്ങണം. അതാണ് അതിൻ്റെ ശരിയായ രീതി. അല്ലാണ്ട് കളി പഠിച്ചിട്ട് വന്നെന്ന് പറയുന്നത് ഒരിക്കലും ഒരു നെഗറ്റീവ് അല്ല. പുള്ളി നല്ല രീതിയിൽ ഹോംവർക്ക് ചെയ്ത് അതിൻ്റെ അകത്ത് വന്നിട്ട് ആ ഫോട്ടോ അതിൻ്റെ അകത്ത് ഇട്ടിട്ടുണ്ട്, അതിൻ്റെ റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ജിൻഡോക്ക് ബിഗ് ബോസിൻ്റെ ടീം വിചാരിച്ചതിനേക്കാളും മാസീവ് സപ്പോർട്ടിലൊരു വോട്ടിംഗ് അങ്ങ് കയറി കഴിഞ്ഞപ്പോൾ അതിനെ തകർക്കാനായിട്ട് അവർക്ക് കിട്ടിയൊരു ആയുധമായിട്ടാണ് അവരിപ്പോൾ അർജുനെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അർജുനെ മുൻനിർത്തി. അപ്പോൾ ഒരു ഇതിൻ്റെ ഇടയിൽ കോമൺ ആയിട്ട് നിൽക്കുന്ന കുറച്ച് പ്രേക്ഷകരുണ്ടാവും. അതായത് ഈ ഫാൻസ് അങ്ങനത്തെ രീതിയിലൊന്നും ഇല്ലാണ്ട് ഓരോ ദിവസം എപ്പിസോഡ് കണ്ടിട്ട് ഓരോരുത്തർക്ക് വോട്ട് ചെയ്യുന്ന ടീം ആളുകളുണ്ടാവും. അപ്പോൾ അതേപോലത്തെ ആളുകൾ ഒരുപാട് പേരുണ്ട്. അപ്പോൾ ആ ടീമുകളുടെയൊക്കെ വോട്ടിംഗ് ഇപ്പോൾ അർജുനോട്ട് പോയി, അതായത് ജിൻഡോയിലേക്ക് പോകാണ്ട് അർജുനിലോട്ട് പോകുമോ അതോ ജാസ്മിനിലോട്ട് വരുമോ എന്നുള്ളൊരു സിറ്റുവേഷനാണ്. അപ്പോൾ ഒരു ആൾ ചിന്തിക്കുമ്പോൾ, അങ്ങനെ നിൽക്കുന്ന കോമൺ ആയിട്ട് നിൽക്കുന്ന ഒരാൾ ചിന്തിക്കുമ്പോൾ, ഒന്നും ചെയ്യാത്ത വാഴയായി നിന്ന ഒരു അർജുൻ ലാസ്റ്റ് വന്ന് കപ്പും കൊണ്ട് പോകുന്നത് ശരിയല്ല എന്ന് പറഞ്ഞാൽ എന്തായാലും ജാസ്മിന് കൊടുത്തേക്കാവുന്ന രീതിയിൽ ജാസ്മിനിലോട്ട് വോട്ട് മറിയും. ഇതാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എനിക്കറിയാം. നാളത്തെ ഗബ്രിയുടെ എൻട്രി ആയത് തന്നെ വളരെ റൊമാൻറ്റിക് ആയിട്ടുള്ള രീതിയിൽ ജാസ്മിന് വേണ്ടിയിട്ടുള്ള രീതിയിലുള്ളൊരു എൻട്രി ആയിട്ട് ആണ് ഗബ്രി അതിൻ്റെ അകത്തോട്ട് കയറ്റി വിടുന്നത്. നല്ല രീതിയിൽ ബാക്കിയുള്ളവരെയൊക്കെ ചാക്കി കെട്ടിയും പൊതിഞ്ഞും പെട്ടിയിലാക്കിയൊക്കെ കയറ്റി വിട്ടപ്പോൾ, അലമാരിയിലൊക്കെ കയറ്റി വിട്ടപ്പോൾ ഗബ്രിക്ക് മാത്രം സെപ്പറേറ്റ് നല്ല രീതിയിലുള്ളൊരു എൻട്രി അത് ജാസ്മിനെ കൊണ്ടുവരുന്നു, സർപ്രൈസ് ആക്കുന്നു. അപ്പോൾ ഇതൊക്കെ എന്തിനാണ് നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാവും. നിങ്ങൾക്ക് TRP വേണം, അത് ജാസ്മിനെ ഗബ്രിയും വെച്ച് ഉണ്ടാക്കണം, അവർക്ക് സപ്പോർട്ട് ഉണ്ടാക്കി കൊടുക്കണം, ഇതൊക്കെയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇതൊക്കെ കഴിയുമ്പോൾ ഇവർക്കൊക്കെ ലൈഫ് ഉണ്ടെന്നുള്ള കാര്യം നിങ്ങൾ ചിന്തിക്കുന്നില്ല. എന്തായാലും നിങ്ങൾ ഈ ബിഗ് ബോസിൻ്റെ ടീമിനോട് എന്തായാലും ഒരു ഹ്യൂമാനിറ്റിയെ പറ്റി സംസാരിച്ചിട്ട് കാര്യമായാലും നമുക്ക് നോക്കാം. ഇനി വളരെ കുറച്ച് ദിവസങ്ങളല്ലേ ഉള്ളൂ. പ്രേക്ഷകരുടെ പവർ എന്താണെന്ന് നമുക്ക് കാണിച്ചു കൊടുക്കാം. എല്ലാവരും നോക്കി കണ്ട് നിങ്ങൾക്ക് ഇഷ്ടം ആരെയും ഇഷ്ടം എന്ന് വെച്ചാൽ അവർക്ക് വോട്ട് ചെയ്യാം. അപ്പോൾ എന്തായാലും കൂടുതൽ വിവരങ്ങൾ എന്തായാലും നാളത്തെ എപ്പിസോഡിൽ സംസാരിക്കാൻ തരാം. ബൈ.